ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓംസ് ലോയെ പറ്റിയാണ്. എന്താണ് ഓംസ് ലോ? അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യം മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. ഓംസ് ലോ കാണാതെ പഠിച്ചു വയ്ക്കുക ഈസിയാണ്, വലിയ ഒരുപാടൊന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഫിസിക്സിൽ നിങ്ങൾ ഏതൊരു ടോപ്പിക് എടുത്താലും അത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കും. കാരണം ഇത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ. നമ്മുടെ ചുറ്റും നടക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ വൈദ്യുതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നൊക്കെ ഉള്ളത് പഠിച്ചു വെച്ചാൽ അതെപ്പോഴും ഈസിയാണ്. മനസ്സിലാക്കി ഒരു വിഷയം പഠിക്കുന്നത് നമ്മളെ ഓർമ്മയിൽ ഒരുപാട് കാലം നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇലക്ട്രിക് കറണ്ട് എന്ന ഭാഗമാണ് അല്ലേ. അവിടെ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്, ഈ ഇലക്ട്രിസിറ്റി എന്നുള്ള കാര്യം നമ്മൾ എന്താണെന്നുള്ളത് പഠിച്ചു. എന്താ ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, ഇലക്ട്രിസിറ്റി എന്ന് വിളിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അത് ഒരു കണ്ടക്ടർ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് ചാർജുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്താൽ അവിടെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, അവിടെ എന്തോ ഒരു വ്യത്യാസം വേണം അല്ലേ. ആ വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിച്ചത് അല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നമ്മൾ വി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്തത്. നമുക്കറിയാം വി എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ്. അപ്പോൾ W/Q നമ്മൾ എടുത്തല്ലേ. അതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു, യൂണിറ്റോ ആയിരുന്നു എന്താണ്, വോൾട്ട് എന്ന് പറയുന്നതായിരുന്നു യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പ്രൈമറി സെക്കൻഡറീസ് എല്ലാം പഠിച്ചു, അത് വേറെ കാര്യം, നിങ്ങളത് പഠിച്ചോളണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതോട് ഓർത്തോളണം. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണ്, ഇങ്ങനെ ഒരു കണ്ടക്ടറിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് പോകണമെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം അല്ലേ. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു കണ്ടക്ടറിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ കാണുന്ന സെല്ല് അല്ലെങ്കിൽ എന്താണ്, ബാറ്ററിയെ നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. കാരണം ഈ ബാറ്ററിയിൽ കെമിക്കൽ എനർജി എന്തായിട്ട് മാറുകയാണ്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയും അതിൻ്റെ ഫലമായിട്ടാണ് കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നൊരു കാര്യമാണ് അല്ലേ. I എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു. എന്താണ് അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ, പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകുന്നത് കാരണം ചാർജ് ഫ്ലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എത്ര ചാർജാണ് ഫ്ലോ ചെയ്തത് എന്ന അളവിനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് വിളിച്ചത്. ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു എന്താണ്, Q/T എന്നും. ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണെന്നും നമ്മൾ പഠിച്ചു. ഇനി ഫോർമുല ഉപയോഗിച്ച് എപ്പോഴും നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസവും വോൾട്ടേജും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്, അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് എന്താണ്, വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനായിട്ട് ഒരു ഡിവൈസ് ഉപയോഗിക്കും. ആ ഡിവൈസിൻ്റെ പേരെന്താണ്, അത് വോൾട്ട് മീറ്റർ ആണെന്നും അല്ലേ. കറണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് അളക്കുന്ന ഡിവൈസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്താണ്, അത് അമ്മീറ്റർ ആണെന്നും നമ്മൾ പഠിച്ചു. ഇനി ഇതെല്ലാം കൂടെ ഒരു പടത്തിനെ പോലെ നമ്മളത് ഇങ്ങനെ വരച്ച് വയ്ക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സർക്യൂട്ട് ഡയഗ്രം എന്ന് വിളിക്കുന്നത് അല്ലേ. അതിൽ വോൾട്ട് മീറ്റർ നമ്മളെപ്പോഴും ഇങ്ങനെ പാരലായി കണക്ട് ചെയ്യുമെന്നും അമ്മീറ്ററിനെ സർക്യൂട്ടിനോടൊപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം ഞാൻ വീണ്ടും പറഞ്ഞ് എന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിലോട്ട് പോകാം, ഓംസ് ലോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ സ്ഥിരം പഠിക്കുന്ന പോലെ ഞാൻ കാര്യം ഒന്ന് പറഞ്ഞു തരാം, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിതിലോട്ട് പോവാം. അപ്പോൾ നോക്കിക്കോ, എന്താണ് ഓംസ് ലോ പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഓംസ് ലോയിൽ പറയുന്നത്. ഒരു കണ്ടക്ടറിൽ ഫ്ലോ ചെയ്യുകയാണ്, ചാർജ് ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ഒരു കണ്ടക്ടറിൽ ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ഇനി എത്ര ചാർജ് ഫ്ലോ ചെയ്തു എന്നുള്ളതാണല്ലോ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. അപ്പോൾ ഓംസ് ലോ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടക്ടറിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും അവിടെ എന്ത് ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. ഒരു ബാറ്ററി നമ്മളെടുത്തു, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ തൊട്ടു. കാരണം ഒരു ബാറ്ററി 1.5 വോൾട്ട് ചെറിയൊരു വോൾട്ടേജേ ഉള്ളൂ.
അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കൂടി നമ്മൾ തൊട്ടാൽ നമുക്ക് അധികം ഷോക്ക് അടിക്കില്ല. കാരണം 1.5 എന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടും അത്രത്തോളം ചെറുതായിരിക്കും. എന്നാൽ ഒരു കാറിൻ്റെ ബാറ്ററി നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് എന്തായാലും ബാറ്ററിയേക്കാളും കൂടുതലാണ്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് കൂടുമ്പോൾ നമുക്കറിയാം അതിൽ തൊട്ടാൽ നമുക്ക് ചെറിയ രീതിയിൽ എന്തടിക്കും? കറണ്ട് അടിക്കും. കാരണം അവിടുത്തെ കറണ്ട് കൂടും. കാരണം എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് കാരണവും ആ കാരണത്താൽ ഫ്ലോ ചെയ്യുന്ന ചാർജിൻ്റെ അളവാണെന്ത്? കറണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ നമ്മുടെ KCB പോസ്റ്റ് നോക്കി നമുക്കറിയാം 230 വോൾട്ടാണ് എന്ത്? അവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം. അത് കാരണം ഏതാണ്ട് 5 ആംപിയറോളം കറണ്ട് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. അത് തൊട്ടാൽ നമുക്ക് നല്ല രീതിയിൽ ഷോക്ക് അടിക്കും. അപ്പോൾ നമുക്കറിയാം അല്ലേ? ചാർജ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് പോകാൻ പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. സോ ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടിയാൽ കറണ്ട് കൂടും. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ വ്യത്യാസം കുറയുകയാണെങ്കിൽ കറണ്ടും കുറയും. ഇതിനെയാണ് സത്യത്തിൽ എന്തെന്ന് പറയുന്നത്? ഓംസ് ലോ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഓംസ് ലോയിൽ പറയുന്നത്. ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുന്നു. നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാറാതെ നോക്കിക്കൊള്ളണം. കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിന് മാറ്റമൊന്നും ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചോളണേ. ടെമ്പറേച്ചറിന് മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവെന്ന് പറയുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ കൂട്ടിയാൽ കറണ്ട് കൂടും, പൊട്ടൻഷ്യൽ വ്യത്യാസം കുറച്ചാൽ കറണ്ട് കുറയും. ഒന്നുകൂടി പറഞ്ഞേ, ടെമ്പറേച്ചർ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവെന്ന് പറയുന്നത് അവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടിയാൽ കറണ്ടും കൂടും. ഇതാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഓംസ് ലോയിൽ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? നമ്മുടെ ഓംസ് ലോയിൽ പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു എക്സാമ്പിളൊക്കെ ഇട്ടേക്കുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന നമ്പർ ഓഫ് സെൽ, അല്ലെ നമുക്കറിയാം നമ്പർ ഓഫ് സെല്ല് കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ് കൂടുന്നത്? വോൾട്ടേജ് ആണ് കൂടുന്നത് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് സെല്ല് 2 ആയപ്പോൾ വോൾട്ടേജ് 3 ആയിരുന്നു. സപ്പോസ് ഞാൻ ചുമ്മാ ഊഹിക്കുകയാണ്. അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് 0.1 ആണെന്ന് വിചാരിക്കുക. ഇനി ഈ പറയുന്ന ബാറ്ററി എണ്ണം ഞാൻ 3 ആക്കിയപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് 4 ആയി എന്ന് വിചാരിക്കുക. എങ്കിൽ കറണ്ട് 0.2 ആയിട്ട് കൂടും. അടുത്ത് 4 ആയിട്ട് ബാറ്ററിയുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് 5 ആയിട്ട് കൂടിയെന്ന് വിചാരിക്കുക. എങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? 0.3 ആയിട്ട് കൂടും. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും. അതായത് വോൾട്ടേജ് ബൈ കറണ്ടിൻ്റെ റേഷ്യോ നമ്മൾ എടുത്താൽ ഇത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് സത്യത്തിൽ എന്തിൽ പറഞ്ഞത്? ഓംസ് ലോയിൽ പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, കറണ്ട് ഇൻക്രീസസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൾസോ ഇൻക്രീസ്. കറണ്ട് കൂടിയ പൊട്ടൻഷ്യൽ കൂടും, പൊട്ടൻഷ്യൽ കൂടിയ കറണ്ട് കൂടും. തിരിച്ചും മറിച്ചും പറയാം. ദാറ്റ് ഈസ് I ഈസ് പ്രൊപ്പോർഷണൽ ടു V ഓർ V ഈസ് പ്രൊപ്പോർഷണൽ ടു I. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ എപ്പോഴും V ഈസ് പ്രൊപ്പോർഷണൽ ടു I എന്നേ പറയുള്ളൂ. കാരണം വോൾട്ടേജ് അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവുന്നത് കാരണമാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും അങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നോക്കിയോ, V ഈസ് പ്രൊപ്പോർഷണൽ ടു I. ഓർ നമുക്ക് പറയാം എന്താണ്? V ബൈ I ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതെപ്പോഴും എന്തായിരിക്കും? ഒരു സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അല്ലേ? എല്ലാ മെറ്റലുകൾക്കും അല്ലെങ്കിൽ എല്ലാ കണ്ടക്ടേഴ്സിനും ഇത് ഒരുപോലെ ആയിരിക്കുമോ? നിങ്ങൾക്ക് തോന്നൂല അല്ലേ? നമുക്കറിയാം, നമുക്ക് ഇരുമ്പ് ഒരു കണ്ടക്ടറാണ്, സിൽവർ ഒരു കണ്ടക്ടറാണ്, ഗോൾഡ് ഒരു കണ്ടക്ടറാണ്. ഈ എല്ലാ കണ്ടക്ടേഴ്സിലും നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് കൂടുന്നത് ഒരുപോലെ ആയിരിക്കുമോ അല്ലേ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവൂലേ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പുതിയൊരു കോൺസെപ്റ്റിലോട്ട് പോകാൻ പോകുന്നത്. ആ കോൺസെപ്റ്റിൻ്റെ പേര് റെസിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ ഞാനത് എന്താണെന്നൊന്ന് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് നോക്കാം. സപ്പോസ് ഞാൻ 2 മെറ്റലുകൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്നാമത്തെ മെറ്റൽ എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് സിൽവറാണ്. എന്താണ്? സിൽവറാണ്. ഇത് ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. മറ്റൊരു മെറ്റൽ ഞാൻ എടുത്തു, അതിൻ്റെ പേരെന്ന് പറയുന്നത് അയൺ ആണ്. ഓക്കെ, എന്താണ്? അയൺ ആണ്. ഈ സിൽവറിനെയും അയണിനെയും ഞാൻ എന്ത് ചെയ്യുവാണ്? ഒരു സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. സിൽവറിനെ അയണിനെ ഞാൻ എന്ത് ചെയ്തു? ഒരേ വോൾട്ടേജ് ഉള്ള ബാറ്ററിയിൽ കണക്ട് ചെയ്തു. എന്നിട്ട് ഇവിടുത്തെ വോൾട്ടേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വോൾട്ട് മീറ്ററിനെ കൊടുത്തു.
രണ്ടിടത്ത് ഞാൻ എന്ത് ചെയ്തു, വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്തു. ഇവിടുത്തെ കറണ്ട് എത്രയാണെന്ന് അളക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അമ്മീറ്ററിനെയും കണക്ട് ചെയ്തു. ഞാൻ റഫായിട്ട് വരയ്ക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ഇവിടുത്തെ വോൾട്ടേജും കറണ്ടും ഒന്ന് ടാബുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, രണ്ടിടത്തെയും വോൾട്ടേജും കറണ്ടും ഞാനൊന്ന് ടാബുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആദ്യം നമുക്ക് സിൽവറിൻ്റെ കാര്യം നോക്കാം. അതായത് സിൽവറിൽ ഞാൻ 1 വോൾട്ട് കൊടുത്തപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആയിട്ട് കൂടി. 2 വോൾട്ട് കൊടുത്തപ്പോൾ 2 ആംപിയർ ആയി. 3 വോൾട്ട് കൊടുത്തപ്പോൾ 3 ആംപിയർ ആയി. എന്നാൽ ഇതേ സംഭവം ഞാൻ ഇരുമ്പിൽ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെയല്ല. അതായത് ഇരുമ്പിൽ ഞാൻ 1 വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തപ്പോൾ എനിക്ക് 0.5 ആംപിയർ കറണ്ടേ കിട്ടിയുള്ളൂ. 2 വോൾട്ട് കൊടുത്തപ്പോൾ എനിക്ക് 1 ആംപിയർ കിട്ടി. 3 വോൾട്ട് കൊടുത്തപ്പോൾ എനിക്ക് 1.5 ആംപിയർ കിട്ടി. ഇവിടെ ശ്രദ്ധിക്കണം, രണ്ടിടത്തും ഞാൻ കൊടുത്ത വോൾട്ടേജ് സെയിം, പക്ഷേ കിട്ടിയ കറണ്ട് സെയിം അല്ല. സിൽവറിൽ എനിക്ക് കൂടുതൽ കറണ്ട് കിട്ടി, ഇരുമ്പിൽ എനിക്ക് കുറച്ച് കറണ്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ എന്താ പ്രശ്നം? ഓംസ് ലോ പറഞ്ഞത് വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടുമെന്നാണ്. അത് ഇവിടെ രണ്ടിടത്തും സെയിം ആണ് അല്ലേ? രണ്ടിടത്തും വോൾട്ടേജ് കൂടിയപ്പോൾ എന്ത് കൂടി? കറണ്ട് കൂടി. അയണിനകത്തും വോൾട്ടേജ് കൂടിയപ്പോൾ എന്ത് കൂടി? കറണ്ട് കൂടി. പക്ഷേ ഈ കൂടിയതിൻ്റെ അളവ് ഒരുപോലെയാണോ? അല്ല. സിൽവറിൽ 1, 2, 3 എന്ന് പറഞ്ഞു കൂടി. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? വോൾട്ടേജ് ഞാൻ കൂട്ടുമ്പോൾ ഇവിടെ ആദ്യം വന്നുകൊണ്ടിരുന്നത് 1 ആംപിയർ കറണ്ട്, അടുത്ത് 2 ആംപിയറായി, 3 ആംപിയറായി. പക്ഷേ ഇരുമ്പിലോട്ട് വന്നപ്പോൾ എന്ത് പറ്റി? അത് 0.5 വെച്ചേ പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അതായത് ശ്രദ്ധിച്ച് കേട്ടോളണേ, ഇടയ്ക്കെങ്കിലും ശ്രദ്ധ പോയാൽ പിന്നെ മനസ്സിലാവില്ല. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളണം. ഓംസ് ലോ പറഞ്ഞ എന്താണ്? വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടുന്നു. പക്ഷേ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടുന്നു എന്ന് പറയുമ്പോഴും ഇത് എത്ര കൂടുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറുണ്ട്. ആ ഫാക്ടറിൻ്റെ പേരാണ് റെസിസ്റ്റൻസ്. ആരുടെ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ. എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ. അതായത് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, ബട്ട് ഇവിടെ എന്താണ്? ഇറ്റ് ഡിപ്പെൻസ് ഓൺ എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. അതായത് നമുക്ക് എഴുതാം വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ ആണ്, പക്ഷേ വി ഈസ് ഈക്വൽ ടു എന്താണ്? ഐ ഇൻറ്റു ആർ ആണ്. ഈ ആറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും, പക്ഷേ എത്രത്തോളം കറണ്ട് കൂടുന്നു എന്നുള്ളത് ആ മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ വരുന്ന ചോദ്യം, എന്താണ് ഈ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, സിമ്പിളാണ്. ഒരു കണ്ടക്ടർ കറണ്ടിനെ കടത്തിവിടുമ്പോൾ ആ കടത്തിവിടുന്ന കറണ്ടിനെ തടയുന്ന ഒരു സ്വഭാവം, ഇതിനുള്ള സ്വഭാവം, തടയാനായിട്ടുള്ളൊരു സ്വഭാവം ആ കണ്ടക്ടറിനകത്ത് കാണിക്കും. ആ തടസ്സത്തിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം, ടച്ച് വിട്ട് പോയി കാണാം. നമ്മളിന്ന് പറഞ്ഞത് ഓംസ് ലോ ആണ്. ഓംസ് ലോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഓംസ് ലോ പറഞ്ഞത് ഒരു കണ്ടക്ടറിലെ ടെമ്പറേച്ചറിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കുറയും. സോ നമുക്ക് പറയാം വോൾട്ടേജ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഇത് ഓംസ് ലോ പറഞ്ഞു. അപ്പോൾ വരുന്നൊരു ചോദ്യമാണ്, എന്ത്? ഇത് പറഞ്ഞ ആളുടെ പേര് ജോർജ് സൈമൺ ഓം എന്നാണ്. ശ്രദ്ധിച്ചു. ഇനി അപ്പോൾ വരുന്നൊരു ചോദ്യമാണ് അല്ലേ, എത്ര വോൾട്ടേജ് കൂടുമ്പോൾ എത്ര കറണ്ട് വെച്ചാൽ കൂടുന്നത്? അത് തീരുമാനിക്കുന്നത് ആ മെറ്റീരിയലാണ്. സോ നമുക്ക് പറയാം അവിടെ എത്രത്തോളം കൂടുമെന്നുള്ളത് തീരുമാനിക്കുന്നത് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ നമുക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇതാണ് സത്യം പറഞ്ഞ ഓംസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വരുന്നൊരു ചോദ്യമാണ്, എന്താണ് ആറ്? ആർ എന്ന് പറഞ്ഞാൽ അതാണ് റെസിസ്റ്റൻസ്. സോ എന്താണ് റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതൊരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഓരോ മെറ്റീരിയലും കറണ്ട് കടത്തിവിടുന്നത് ഒരുപോലെ അല്ല. ചിലർ നല്ല രീതിയിൽ കടത്തിവിടുമ്പോൾ ചിലർ അത്ര നല്ല രീതിയിൽ കടത്തിവിടത്തില്ല. സോ എത്രത്തോളമാണ് കറണ്ട് ഫ്ലോയ്ക്ക് ഒരു കണ്ടക്ടറിൽ നേരിടേണ്ടി വരുന്ന തടസ്സം, ആ തടസ്സത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഓംസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? The current through a conductor is directly proportional to the potential difference across the conductors when the temperature is constant. ഞാൻ പറഞ്ഞ് തിരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഓംസ് ലോ എന്ന് പറയുന്നത്. തീരുന്നില്ല, ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓംസ് ലോയുടെ ഇക്വേഷൻ നിങ്ങൾ എന്ത് പഠിക്കും? വി ഈസ് ഈക്വൽ ടു
ഐ ഇൻറ്റു ആറ്, വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആറ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചോദ്യങ്ങൾ പഠിക്കേണ്ടി വരും, കണക്കുണ്ടാവും, പ്രോബ്ലം ചെയ്യാനുണ്ടാവും. ചില ക്വസ്റ്റ്യൻ നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കണം, ചിലതിൽ കറണ്ട് കണ്ടുപിടിക്കണം, ചിലതിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാനായിട്ട് ഞാനൊരു ട്രയാങ്കിൾ ഇവിടെ വരച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ നിങ്ങൾ വരച്ചതിന് ശേഷം ഇങ്ങനെ ഒരു വര കൊടുക്കുക, ഇങ്ങനെ ഒരു വര കൊടുക്കുക. ഇവിടെ വി എന്ന് എഴുതുക, ഇവിടെ ഐ എന്ന് എഴുതുക, ഇവിടെ ആർ എന്ന് എഴുതുക. ഇനി നോക്കിക്കോ. അപ്പോൾ പരീക്ഷയ്ക്ക് വി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ വി മാത്രം മാച്ച് പിടിക്കുക. വി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ വി എന്ന് വെച്ചാൽ എന്താണ്? വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇനി ഐ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഐ ഇസ് ഈക്വൽ ടു എന്താണ്? ഐ ഇസ് ഈക്വൽ ടു ഐ ഇസ് ഈക്വൽ ടു ഐ ഇസ് ഈക്വൽ ടു എന്താണ്? ഐ ഇസ് ഈക്വൽ ടു ബി ബൈ ആർ. ഇനി ആർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആർ ഇസ് ഈക്വൽ ടു എന്താണ്? ബി ബൈ ഐ. കൺഫ്യൂഷനായോ? നോക്ക്, വേറെ ഒന്നുമില്ല പറഞ്ഞത്. ഈ ഫോർമുലയിൽ നിന്ന് വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇതിന്ന് വെച്ചാൽ ഐ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ ആറ് ഈക്വൽ ടു ഇപ്പുറത്ത് പോകും. അപ്പോൾ എന്താവും? അത് വി ബൈ ആർ. ഇനി ഇതിൽ നിന്ന് ആറ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആറെന്ന് വെച്ചാൽ എന്താണത്? ആറെന്ന് വെച്ചാൽ എന്താണത്? അത് വി ബൈ ഐ ആണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ ഈ ഒരു സംഭവം എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അതിൽ നിന്ന് വിയും ഐയും ആറും ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഇനി ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോ, നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ഓർ ദ കറണ്ട് ഫ്ലോയ്ക്ക് ഉണ്ടാകുന്ന തടസ്സം. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയാവോ? നോക്കടാ, ഒരു കണ്ടക്ടർ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിനകത്ത് ഒരുപാട് മെറ്റീരിയലുകൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കണ്ടക്ടറിനകത്ത് ഒരുപാട് എന്തുണ്ട്? ആറ്റവും മോളിക്യൂളുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇരിക്കുന്ന ഫ്രീ ഇലക്ട്രോണുകളാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഇനി ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമ്പോഴേ ഈ ഇലക്ട്രോൺ പോയിട്ട് ഈ മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് എന്ത് ചെയ്യാം? കൂട്ടിമുട്ടാം. മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് കൂട്ടിമുട്ടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? ആർ ഈസ് ഈക്വൽ ടു എന്താണ്? വി ബൈ ഐ ആണ് അല്ലേ? നമുക്കറിയാം വി എന്ന് വെച്ചാൽ വോൾട്ടേജ്, അതിൻ്റെ യൂണിറ്റ് വോൾട്ട്. കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ആംപിയർ. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? അത് വോൾട്ട് ബൈ ആംപിയർ ആണ്. എന്താണത്? വോൾട്ട് ബൈ ആംപിയർ. ഈ വോൾട്ട് ബൈ ആംപിയറിനെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോളൂ, നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ഈ ഒരു സിമ്പൽ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഈ ഒരു സിമ്പൽ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഈ സിമ്പലിൻ്റെ പേരാണ് ഓം. ഇതാണ് ഓം, ഗ്രീക്ക് ലെറ്റർ ആണ് ഓം. നമ്മുടെ ഈ പറയുന്ന സംഭവം കണ്ടുപിടിച്ചത് ഓം അല്ലേ? അതുകൊണ്ട് അയാളുടെ ഓർമ്മയ്ക്ക് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ഓം എന്ന് വിളിക്കും. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോളാം. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഓം എന്ന് പറയും. ഓം ചെറിയ യൂണിറ്റ്, ഓമിൻ്റെ വലിയ യൂണിറ്റ് ആണ് കിലോ ഓമും മെഗാ ഓമും. കിലോ ഓം എന്ന് വെച്ചാൽ 1000 ഓം, മെഗാ ഓം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 10⁻⁶ എന്ന് വെച്ചാൽ 160 ഉണ്ടാവും. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, റെസിസ്റ്റൻസ് ഈസ് കോസ്ഡ് ബൈ ദ കൊളീഷൻ ബിറ്റ്വീൻ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ. ഇത്രയും കാര്യം നിങ്ങൾ പഠിച്ചു വയ്ക്കും. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. അടുത്ത ക്ലാസ് നമ്മൾ റെസിസ്റ്റൻസിനെ പറ്റി വ്യക്തമായിട്ട് ഒരു അറ്റത്തിൽ നിന്ന് കൂടുതലായിട്ട് എന്ത് ചെയ്യും പഠിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന്, എന്താണ് ഓംസ് ലോ, ഓംസ് ലോയുടെ ഫോർമുല എന്താണ്, എന്താണ് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്, ഇത്രയും കാര്യം. അതുപോലെ റെസിസ്റ്റൻസിൻ്റെ വലിയ യൂണിറ്റായ കിലോ ഓം, മെഗാ ഓം എന്താണെന്നുള്ളതും കൂടെ മക്കളൊന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ് ഞാൻ റെസിസ്റ്റൻസിനെ പറ്റി വ്യക്തമായിട്ട് പറയും. കാരണം നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വ്യക്തമായൊരു ഐഡിയ കിട്ടിയാലേ നമുക്ക് അങ്ങോട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ് നമ്മൾ റെസിസ്റ്റൻസ് എന്താണെന്നും റെസിസ്റ്റർ എന്താണെന്നും ഈ പറയുന്ന റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അതുവരെ ബൈ.